ദുബൈയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ മലയാളിക്ക് 11.5 കോടി രൂപ നഷ്ടപരിഹാരം വിധിച്ച് ദുബൈ കോടതി. അപകടത്തിൽ പരിക്കേറ്റ മലപ്പുറം കൂരാട് കുമ്മാളി വീട്ടിൽ ഉമ്മർ മകൻ ഷിഫിന് അനുകൂലമായാണ് വിധി. വാഹനാപകടത്തിൽ 5 മില്യൺ ദിർഹം നഷ്ടപരിഹാരം ലഭിക്കുന്ന യുഎയിലെ രണ്ടാമത്തെ കേസാണിത്. എന്താ പറയാനോ, അവന്റെ ചികിത്സക്ക് ഇപ്പൊ ഇത്രയും പൈസ കിട്ടാറുമ്പോ നമുക്ക് ഏറ്റവും വലിയൊരിത്. അത് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് ഇപ്പോൾ ഇവിടേക്ക് വന്നേക്കും. കേസൊക്കെ ക്ലോസ് ചെയ്ത് ഇത്രയും പൈസ ഇട്ട് ഞങ്ങളെ കൊണ്ട് പോകാൻ ഇത്രയും വലിയൊരു ചികിത്സക്കൊന്നും കഴിയാത്ത ആൾക്കാരല്ലേ. സാർ എങ്ങനെയെന്ന് പറഞ്ഞാൽ അത് നിറവേറ്റി തന്നിട്ടുണ്ട്. ബില്ലടക്കണ കാര്യത്തിലാണ് അത് നിങ്ങൾ വിഷമിക്കേണ്ട അറിയും. പിന്നെ ഇവിടെ നിന്ന് അബുദാബിയിൽ നിന്ന് ഞാൻ ഏത് രാത്രി വിളിച്ചാലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് അറിയുമ്പോൾ. ഷാർജ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഫ്രാൻ ഗൾഫ് അഡ്വക്കേറ്റ്സ് ആണ് ഈ രണ്ടു കേസുകളും ഏറ്റെടുത്തത്. 2022 മാർച്ച് 26-നാണ് അപകടം നടന്നത്. കുടുംബ പ്രാരാബ്ധത്തെ തുടർന്ന് യുഎയിലെത്തിയ 22-കാരനായ ഷിഫിൻ ആദ്യം അലൈനിലെ ഒരു സൂപ്പർ മാർക്കറ്റിലാണ് ജോലിക്ക് കയറിയത്. ബക്കാലയിൽ നിന്നും മോട്ടോർ സൈക്കിളിൽ സാധനങ്ങളുമായി പോയ ഷിഫിനെ ഒരു സ്വദേശിയുടെ കാർ ഇടിച്ച് നിർത്താതെ പോവുകയായിരുന്നു. CCTV സഹായത്തോടെ പോലീസ് പ്രതിയെ പിടികൂടി. ഷിഫിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സ്ഥിതി ഗുരുതരമായി തുടരുകയായിരുന്നു. സൗദിയിൽ ജോലി ചെയ്യുന്ന പിതാവ് അപകട വിവരമറിഞ്ഞ് അലൈനിലെത്തി ഷിഫിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. 10ഓളം അവയവങ്ങളുടെ പ്രവർത്തനക്ഷമത നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഷിഫിനെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കുടുംബം തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് കേസ് ഷാർജ ആസ്ഥാനമായ ഫ്രാൻ ഗൾഫ് അഡ്വക്കേറ്റ്സ് സീനിയർ കൺസൾട്ടന്റ് ഈസ അനീസ്, അഡ്വക്കേറ്റ് UC അബ്ദുള്ള, അഡ്വക്കേറ്റ് മുഹമ്മദ് ഫാസിൽ എന്നിവർ ഏറ്റെടുത്തു. നല്ലൊരു ഫിറ്റ്നസ് ഉള്ള ഒരാൾ അവൻ്റെ ഈ പ്രായം കൺസിഡർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്രയും ഒരു അച്ചീവ്മെൻറ്റിലേക്ക് പോകാൻ പറ്റുന്നത്. പിന്നെ അവനൊരു ഏണിംഗ് മെമ്പറാണ്. പിന്നീട് ഈ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട്, ഡിസേബിലിറ്റി, ഓഫ് കോഴ്സ് ഡിസേബിലിറ്റിയാണ് അതിൻ്റെ മേജർ കൺസിഡറേഷൻ. അതിന് പ്ലസ് സംഭവിച്ചിട്ടുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള സോഷ്യൽ എൻവയോൺമെൻ്റൽ. ഷിഫിന്റെ ആരോഗ്യാവസ്ഥ മനസ്സിലാക്കിയ ഇൻഷുറൻസ് അതോറിറ്റി കോർട്ട് ഷിഫിന് നഷ്ടപരിഹാരമായി 2.8 മില്യൺ വിധിച്ചിരുന്നു. എങ്കിലും ശാരീരിക മാനസികാവസ്ഥ പരിഗണിച്ച് കൂടുതൽ തുക ലഭിക്കാനുള്ള കേസുമായി അഭിഭാഷകർ മുന്നോട്ടുപോയി. തുടർന്നുള്ള അപ്പീൽ കോടതി നിയമ നടപടികളിലൂടെ നഷ്ടപരിഹാര തുക 5 മില്യൺ ദിർഹമാക്കി ഉയർത്തിയെടുക്കുകയും ചെയ്തു. പിന്നീട് കേസിൽ 1ാം ഘട്ട സുപ്രീം കോടതി വിധി, 2ാം ഘട്ട അപ്പീൽ കോടതി വിധി, 2ാം ഘട്ട സുപ്രീം കോടതി വിധി എന്നിവയിലൊക്കെയും 5 മില്യൺ ദിർഹം നഷ്ടപരിഹാരം നൽകാൻ വിധിക്കുകയായിരുന്നു. നേരത്തെ ദുബായ് റാഷിദിയയിലുണ്ടായ ഒമാൻ ബസ് അപകടത്തിലിരയായ ഇന്ത്യൻ യുവാവിന് സുപ്രീം കോടതി 5 മില്യൺ ദിർഹം നഷ്ടപരിഹാരം വിധിച്ചിരുന്നു. ഈ കേസിലും ഫ്രാൻ ഗൾഫ് അഡ്വക്കേറ്റ്സ് ആണ് നിയമസഹായം നൽകിയത്. ഫ്രാൻ ഗൾഫ് അഡ്വക്കേറ്റ്സ് മുഖ്യോപദേഷ്ടാവ് ഷെരീഫ് അൽ വർദയുടെ മേൽനോട്ടത്തിൽ യുഎയിലെ അഭിഭാഷകരായ അഡ്വക്കേറ്റ് ഹസൻ അഷൂർ അൽ മുല്ല, അഡ്വക്കേറ്റ് ഫരീദ് അൽ ഹസൻ എന്നിവരാണ് ഇൻഷുറൻസ് അതോറിറ്റി മുതൽ വിവിധ കോടതികളിൽ നടന്ന കേസുകൾക്ക് വിവിധ ഘട്ടങ്ങളിൽ ഹാജരായത്.